5 ദിവസമായി പുനേർകുളം പഞ്ചായത്തിന് മുന്നിൽ കർഷകർ നടത്തുന്ന സമരം കണ്ടില്ലെന്ന് നടിച്ച് പുനേർകുളം പഞ്ചായത്ത് അധികൃതർ ശനിയാഴ്ച എഡിഎ ഓഫീസിലേക്ക് കർഷകർ മാർച്ച് നടത്തും. പ്രതികൂല സാഹചര്യത്തിലും നിരവധി യാതനകൾ സഹിച്ചും തുച്ഛമായ വരുമാനം കിട്ടുന്നത് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ വർഷം കർഷകർ കൃഷിയിറക്കിയത്. വിളവെടുപ്പ് കഴിഞ്ഞ് വിളവ് സംഭരണം നടത്തിയാൽ പലിശക്കെടുത്തും കെട്ടുതാലി പണയം വെച്ചും നടത്തിയ കടം നികത്താൻ കഴിയും എന്നായിരുന്നു കർഷകരുടെ ചിന്ത. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഉപ്പുങ്ങൽ പരൂർ കടവ് കർഷകർക്ക് നെല്ല് സംഭരിച്ച ഇനത്തിൽ 5.5 കോടി രൂപയാണ് കിട്ടാനുള്ളത്. ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച മുതൽ പരൂർ പടവ് കർഷകരുടെ നേതൃത്വത്തിൽ ഷെഡ് കെട്ടി സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. എന്നാൽ കർഷകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായിട്ടില്ല എന്നത് വളരെ വേദനാജനകമാണെന്ന് കർഷകർ പറയുന്നു. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പൊന്നാനികോളിൽപ്പെട്ട പ്രധാന പടവുകളിൽ വരും വർഷങ്ങളിൽ കൃഷിയിറക്കില്ലെന്നും കർഷകരുടെ ഉറപ്പിന്മേലാണ് പൊന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നേർകുളം ബ്രാൻഡ് അരിയിറക്കുമെന്ന് മന്ത്രിക്ക് വാക്കുകൊടുത്തതെന്നും സമരക്കാർ പറഞ്ഞു. കിലോഗ്രാമിന് 28 രൂപ 30 പൈസ നിരക്കിലാണ് മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൊന്നാനികോളിലെ 3000-ഓളം കർഷകരിൽ നിന്ന് സപ്ലൈകോ നെല്ല് സംഭരിച്ചത്. ഇത്തരത്തിൽ 1500 ടൺ നെല്ല് സംഭരിച്ച വകയിൽ 30 കോടി രൂപയാണ് സപ്ലൈകോ നൽകാനുള്ളത്. സാധാരണ മുൻകാലങ്ങളിൽ സംഭരിച്ച് 2 ആഴ്ചക്കുള്ളിൽ കിട്ടാറുള്ള പണമാണ് മാസങ്ങളായിട്ടും മുടങ്ങിക്കിടക്കുന്നത്. സപ്ലൈകോയുടെയും ബാങ്കുകളുടെയും അനാസ്ഥയാണ് പണവിതരണം വൈകാൻ കാരണമെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. CCTV ന്യൂസ്, പൊന്നേർകുളം.